പിന്നെ മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്ക് സംഭവിച്ചത്. ജൂൺ 15-ാം തീയതി കേരളത്തിലെ KSRTCയിലെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരം തമ്പാനൂരിൽ ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലകളിലും UDF പ്രതിനിധികൾ ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ അവരുടെ തലയിൽ ചൂട് പായസം വന്നു വീണു. അത് ഒരാളുടെ കൈതട്ടി വന്ന് വീണതാണ്. എന്തു തന്നെയായാലും ഓർക്കാപ്പുറത്ത് ഈ പായസം വന്ന് വീണതോടുകൂടി ബിന്ദു കൃഷ്ണ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി എഴുന്നേറ്റു. അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. പെട്ടെന്ന് തന്നെ അടുത്തുണ്ടായിരുന്നവരെല്ലാം തന്നെ ബിന്ദു കൃഷ്ണയെ സമാധാനിപ്പിക്കുകയും അവരുടെ ചുരിദാർ ഷോൾ കൊണ്ട് ബിന്ദു കൃഷ്ണയുടെ മുഖവും ശരീരവും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയും ചെയ്തു. ഇത്രയാണ് നമ്മൾ അറിഞ്ഞ കാര്യം. പിന്നീട് ബിന്ദു കൃഷ്ണ ഇതിന്റെ പരാതിയുമായിട്ടൊന്നും പോയില്ല. കാരണം ഇതിൽ അസ്വാഭാവികതയൊന്നും ഉണ്ടായിരുന്നില്ല. യൂത്ത് കോൺഗ്രസ്സുകാർ ഈ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് പായസം വിതരണം ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മന്ത്രി കയറിയ ബസ്സിലും പായസം വിതരണം ചെയ്തത്. അങ്ങനെ പായസം വിതരണം ചെയ്ത ഒരാളുടെ കൈ വേറൊരാളുടെ കയ്യിൽ തട്ടിയിട്ടാണ് ബിന്ദു കൃഷ്ണയുടെ ഈ തലയിലേക്ക് കൃത്യമായി വന്ന് ഈ പായസം ചൂട് പായസം വന്ന് വീണത്. അതോടുകൂടി മന്ത്രി പരിഭ്രാന്തയായ വിഷയമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഇത് കൊല്ലം കേച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. ബിന്ദു കൃഷ്ണയുടെ മുഖത്ത് ഈ പായസം വന്ന് വീഴുന്നത്. ആ കേച്ചേരിയിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരെയാണ് ബിന്ദു കൃഷ്ണ താമസിക്കുന്നത്. ചിന്നക്കട എന്ന് പറയുന്ന സ്ഥലത്ത്. കൊല്ലത്ത് അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ചിന്നക്കട. ആ ചിന്നക്കട ജംഗ്ഷനിലാണ് ബിന്ദു താമസിക്കുന്നത്. അവരുടെ ഫ്ലാറ്റ് അവിടെയാണ്. അപ്പോൾ മന്ത്രി ബിന്ദു ഈ ഒരു സംഭവത്തിന് ശേഷം അതേ ബസ്സിൽ തന്നെ ചിന്നക്കട ഇറങ്ങി അവിടെ നിന്ന് തൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. പക്ഷേ മന്ത്രി ബിന്ദു പറയുന്നത് ആ സമയത്ത് ഗുരുതരമായിട്ട് തൻ്റെ കഴുത്തിനും മുതുകിനും കൈകൾക്കും വലിയ രീതിയിലുള്ള പുകച്ചിലുണ്ടായിരുന്നു. കാരണം തിളയ്ക്കുന്ന പായസമാണ്. ആ പായസമാണ് വന്ന് വീണത്. അപ്പോൾ ഏതൊരാളായാലും ഓർക്കാപ്പുറത്ത് വന്ന് വീഴുന്ന ഈ ഒരു ചൂട് പായസത്തിൽ ഞെട്ടിപ്പോവും. അങ്ങനെ ഏത് വെള്ളം വന്ന് വീണാലും ചൂട് സാധനം എന്തു വന്ന് നമ്മുടെ ദേഹത്ത് വീണാലും ഒരു നിമിഷത്തേക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വയ്യാതെ നമ്മൾ സ്തബ്ധരായി നിന്ന് പോകും. അത്തരത്തിൽ നിന്നതിന് ശേഷം ബിന്ദു പറയുന്നത് ആ ഒരു മൂഡ് കഴിഞ്ഞ് ആ ഒരു സ്തംഭനാവസ്ഥ കഴിഞ്ഞ് പിന്നീട് തനിക്ക് അനുഭവപ്പെട്ടത് കഴുത്തിൽ പുകച്ചിലുണ്ടായി, മുതുകത്ത് പുകച്ചിലുണ്ടായി, കൈകളിൽ പുകച്ചിലുണ്ടായി. അങ്ങനെ ചിന്നക്കടയിലെ ഫ്ലാറ്റിലേക്ക് പോവുകയും ഭംഗിയായി കുളിച്ച് വൃത്തിയായി. കാരണം ഈ പായസത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം പഞ്ചസാരയാണല്ലോ. ആ പഞ്ചസാര ഉരുകി വീഴുമ്പോഴുണ്ടാകുന്ന ആ പൊള്ളൽ വളരെ വലുതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. പഞ്ചസാര അതിൻ്റെ പാനിയാക്കി ഉള്ള രൂപത്തിലാണ് ഈ പായസത്തിലുള്ളത്. അപ്പോൾ ആ പഞ്ചസാര വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന പൊള്ളലും പുകച്ചിലും അതിരൂക്ഷമാണ്. അത് മന്ത്രി നേരിട്ടറിഞ്ഞതാണ്. അപ്പോൾ മന്ത്രി പറയുന്നത് പിന്നീട് താൻ ഫ്ലാറ്റിലേക്ക് പോയി വളരെ വിശദമായി തന്നെ ഇത് കുളിച്ച് ഇതിൻ്റെ എല്ലാ അംശങ്ങളും മാറ്റിയെങ്കിൽ പോലും ഈ പുകച്ചിൽ മാറുന്നില്ല. കയ്യിലും കഴുത്തിലും മുതുകത്തുമാണ് ഈ പായസം വീഴുന്നത്. നമ്മൾ കാണുന്നത് മന്ത്രിയുടെ ഈ തലയിൽ വന്ന് പായസം വീഴുന്നതാണ്. പക്ഷെ ആ പായസം ഒലിച്ചിറങ്ങിയത് കയ്യിലേക്കും ബാക്കിലേക്കും ആണ് ഇത് ഒലിച്ചിറങ്ങിയത്. അപ്പോൾ അവിടെ മുഴുവൻ ഈ പൊള്ളലിൻ്റെ ഒരു പൊള്ളി, അത് മുറിവായാൽ കുഴപ്പമില്ല, പക്ഷേ ഈ പൊള്ളലിൻ്റെ നീറ്റൽ എന്ന് പറയുന്നത് അസഹനീയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽമെന്റ് പുരട്ടി ആ പായസം വീണ് ചുവന്ന് തടിച്ച ആ പ്രദേശത്തെ ആ സ്ഥലത്തെല്ലാം തന്നെ ഓയിൽമെന്റ് പുരട്ടി വിശ്രമിച്ചു. വൈകിട്ടായപ്പോഴേക്കും ശരീരം മുഴുവൻ ചുവന്ന് തുടുത്തു എന്നാണ് മന്ത്രി പറയുന്നത്. കാരണം ഈ പായസം ചൂട് പായസം വന്ന് വീണപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പഞ്ചസാരയുടെ ഈ തിളച്ച രൂപം വന്ന് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും പൊള്ളലേറ്റ് മുറിയുകയല്ല ചെയ്യുന്നത്, മറിച്ച് ശരീരം ചുവന്ന് തടിക്കുകയാണ് ചെയ്തത്. മന്ത്രിക്ക് സമാനമായ നിലയിലാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഓയിൻമെന്റ് പുരട്ടിയ ശേഷവും മന്ത്രി പറയുന്നത് വൈകുന്നേരമായപ്പോഴേക്കും ഈ ശരീരഭാഗങ്ങളൊക്കെ ചുവന്ന് തുടുത്തു. അതിനുശേഷം വിശ്രമിച്ചു മന്ത്രി.
പിന്നീടാണ് പിറ്റേ ദിവസം മറ്റു പരിപാടികൾക്കായി പോയത്. അങ്ങനെ മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്ക് യാതൊരു പരാതിയുമില്ല. മന്ത്രിയെ സംബന്ധിച്ച് ഇത് ബോധപൂർവം ആരെങ്കിലും കൃത്യമായി തന്നെ തൻ്റെ തലയിലേക്ക് വന്ന് ഒഴിച്ചതാണ് എന്നൊക്കെ ചില ഗോസിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും മന്ത്രി അതൊന്നും കാര്യമാക്കുന്നില്ല, പോലീസിൽ പരാതിപ്പെടുന്നില്ല, വ്യക്തിപരമായും പരാതിയില്ല. മന്ത്രിക്ക് അത് ബോധ്യപ്പെട്ട് കാണണം, ഇങ്ങനെ ഒരാളുടെ കൈതട്ടിയാണ് പായസം വീണത് എന്ന് മന്ത്രിക്ക് ബോധ്യപ്പെട്ട് കാണണം. അതല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, മന്ത്രിയാണ്, ഏത് മന്ത്രിയായാലും മന്ത്രിക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാകും. ആ സുരക്ഷാ ഉദ്യോഗസ്ഥർ പക്ഷേ പ്രാഥമികമായ അന്വേഷണം നടത്തി കാണും, ഇതൊരു കോരി ഒഴിച്ചതാണോ എന്നുള്ളതിനെ സംബന്ധിച്ച്. ആ സുരക്ഷാ ഉദ്യോഗസ്ഥരും തീർച്ചയായും ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അവരുടെ ശരീരത്ത് ഈ പറയുന്ന പായസം വന്ന് വീഴിച്ചു, അതും ചൂട് പായസം വന്ന് വീഴുമ്പോൾ അത് ബോധപൂർവം ഒഴിച്ചതാണോ, അവരെ അപായപ്പെടുത്താൻ വേണ്ടി ഒഴിച്ചതാണോ എന്ന തരത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരു പക്ഷേ പരിശോധന നടത്തി കാണും. ആ പ്രാഥമിക പരിശോധനയിലും ഇത് യാദർച്ഛികമായി വന്ന് വീണതാണ് എന്നുള്ളതായിരിക്കാം. അതുകൊണ്ടാണ് പോലീസും അക്കാര്യത്തിൽ പിന്നീട് തുടർ നടപടികളൊന്നും എടുക്കാതിരുന്നത്. മന്ത്രിക്കും പരാതിയില്ല, പക്ഷേ സംഭവിച്ചതാണ്. മന്ത്രി പറയുന്നത് നമ്മൾ കാണുന്നത് പോലെ അത്ര എളുപ്പമായിരുന്നില്ല ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ. കാരണം ശരീരമാകെ തന്നെ ചുവന്ന് തടിച്ചു, ഓയിൻമെന്റ് പുരട്ടി, വൈകുന്നേരമായപ്പോഴേക്കും ശരീരം ആകെ തന്നെ വീർത്തു വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. പിന്നീടാണ് ഇത് ക്രമേണ, വളരെ ക്രമേണ ഈ ഒരു പൊള്ളലിൻ്റെ സാധ്യത, പൊള്ളൽ എന്ന് പറയാൻ കഴിയില്ല, പൊള്ളൽ എന്ന് പറയുന്നത് മുറിവാണല്ലോ പൊള്ളൽ എന്ന് പറയുന്നത്, ഇത് പൊള്ളലല്ല, അവിടെ ഒരു നീറ്റലാണ്. ആ നീറ്റൽ മണിക്കൂറുകളോളം നീണ്ടു നിന്നു. പിന്നീട് സ്വാഭാവികമായി തന്നെ അത് ഇല്ലാതായി. അതിനുശേഷം താൻ പതിവ് പോലെ കാര്യങ്ങളിലേക്ക് കടന്നു എന്നാണ് മന്ത്രി പറയുന്നത്. ബിന്ദുവിനെ അറിയാമല്ലോ, കാര്യങ്ങളെയൊക്കെ ഈ അതിവൈകാരികത ഇല്ലാതെ സൗമ്യമായി സമീപിക്കുന്ന ഒരു സമീപനമുള്ള ഒരു മന്ത്രിയാണ്, ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ബിന്ദു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അവർ അങ്ങനെ ഒരു പരാതിപ്പെടാൻ പോവുകയോ അതിൻ്റെ പേരിൽ ആൾ കളിക്കാൻ നിൽക്കുകയൊന്നും ചെയ്ത ഒരു ആളല്ല, അങ്ങനെ ഒരു സ്വഭാവമല്ല മന്ത്രി ബിന്ദുവിൻ്റെതെന്ന് അവരെ അറിയുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു കാര്യത്തെ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി തന്നെയാണ് എടുത്തത്. എങ്കിലും തനിക്ക് അതിനുശേഷം, ഈ പായസം വന്ന് വീണതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് അവർ വിശദമാക്കുകയാണ് ചെയ്തത്. അത് ഇത്തരത്തിലാണ്, ഓയിൻമെന്റ് അടക്കം പുരട്ടി ആണ് ആ ഒരു പൊള്ളലിൽ നിന്നും ആ ഒരു പുകച്ചിലിൽ നിന്നും താൻ രക്ഷപ്പെട്ടത് എന്ന് പറയുകയാണ് ഇപ്പോൾ മന്ത്രി ബിന്ദു കൃഷ്ണ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.